വൈദ്യുതി മേഖലയും സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കവുമായി കേന്ദ്ര സർക്കാർ. ദരിദ്രർക്കും കർഷകർക്കും മിതമായ നിരക്കിൽ വൈദ്യുതി ലഭിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നതാണ് ഈ കടുത്ത നയം. ഉപഭോക്താക്കളുടെ വൈദ്യുതി ചാർജ് കുത്തനെ ഉയരാനും പൊതുമേഖലയെ സാമ്പത്തികമായി തകർക്കാനും അവസരമൊരുക്കും. 2011 LDF ഗവൺമെന്റിന്റെ കാലത്ത് ജനുവരി മാസത്തിൽ രജിസ്റ്റർ ചെയ്ത കമ്പനി അതിൽ പ്രൈവറ്റ് ഇല്ലെന്ന് അന്നത്തെ മന്ത്രി തീർത്ത് പറഞ്ഞിരിക്കണം. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനെ ഒരു കമ്പനിയാക്കി. കേന്ദ്ര സർക്കാരിന്റെ അധികാരങ്ങൾ വർദ്ധിപ്പിക്കുകയും സംസ്ഥാനത്തിന്റെ അധികാരങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഇൻഡിപെൻഡന്റ് ആയിട്ട് നടക്കാനായിട്ടുള്ള ഒരു സ്ഥാപനമായിരുന്നു, ഓട്ടോണമസ് ബോഡിയായിരുന്നു. അതിനെ കമ്പനിയാക്കി. ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി കമ്പനിക്ക് ഈ നേരത്തെ റിട്ടയർ ചെയ്ത ആളുകൾക്ക് പെൻഷൻ കൊടുക്കാനുള്ള ബാധ്യതയില്ല. ഇപ്പൊ എങ്ങനെ വന്നു? ഒരു കാര്യം ഞാൻ തീർത്ത് പറയുന്ന, ഈ UDF ഇവിടെ എല്ലാ കാലത്തോളം ഒരു ഷെയർ ഞങ്ങൾ ഒരാക്കുന്നു, മുഴുവൻ ഗവൺമെന്റ് ഷെയർ ഇല്ലാതെ. അത് മുമ്പത്തെ ഗവൺമെന്റ് അത് തന്നെ ഉദ്ദേശിച്ചത്, അത് തന്നെ ഞങ്ങളും ചെയ്യുന്നു. ഞങ്ങൾ ആ കമ്പനിയിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുന്നത് അങ്ങനെ ജനങ്ങളുടെ മുകളിൽ ഏതെങ്കിലും ഒരു ദന്തഗോപുരത്തിൽ വിഹരിക്കുന്ന ഒരു അധികാര സ്ഥാനമൊന്നുമല്ല. അവിടെയുള്ളതിൽ ഇനി സർക്കാർ അറിഞ്ഞില്ല, മന്ത്രി അറിഞ്ഞില്ല എന്നുള്ളത് തന്നെ ഇരിക്കട്ടെ, പാർട്ടി അറിയാതെ പോകില്ല എന്നുള്ളതാണ് ജിൻഡോ ജോൺ പറയുന്നത്. അങ്ങനെ ഏകപക്ഷമായി റെഗുലേറ്ററി കമ്മീഷനാണ് ഈ കരാർ റദ്ദ് ചെയ്തത്. അതിനുശേഷം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് KSB പറയുമ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ ജനങ്ങളിൽ നിന്ന് പൈസ മേടിച്ചോളൂ എന്ന് പറയുന്നു. അങ്ങനെ സ്വന്തം താല്പര്യത്തിനും സ്വന്തം തോന്നിയവാസത്തിനും ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കാനുള്ള അധികാരം കിട്ടുന്ന ഒരു വ്യവസ്ഥയുണ്ടെങ്കിൽ അത് ഉണ്ടാകാൻ പാടില്ല സമൂഹത്തിൽ. അവർക്ക് തന്നെ സ്വന്തമായി ചെയ്യാനാണ് കമ്പനി രൂപീകരിച്ചത്. അതാണ് അതിൽ വസ്തുത. രണ്ട് ഷോർട്ട് ടേം കരാറ്, മറ്റ് 40 എണ്ണത്തിൽ അതാണ്. അത് ദീർഘകാല കരാറല്ല. Flame of justice burning bright. Together we stand for what is right. Chains of greed will shatter and fall. In unity we answer the call. ഉപഭോക്താക്കളുടെ കൂടി ആനുകൂല്യങ്ങളും അവകാശങ്ങളും സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി മുന്നോട്ട് പോകുമെന്നതിനെ സംബന്ധിച്ച് യാതൊരു തർക്കവുമില്ല. ഇലക്ട്രിസിറ്റി ബോർഡുകളുടെ തൊഴിലാളികളെ ശത്രുക്കളായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് മാന്യ ഉപഭോക്താക്കളോട് പറയാനുള്ളത്, ആ ഉപഭോക്താക്കളെ ഉപദ്രവിക്കുന്ന സമീപനമല്ല KSB തൊഴിലാളികൾക്കുള്ളത്, മറിച്ച് അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ്. അതിനെതിരെ മാനേജ്മെന്റ് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ബോർഡ് മാനേജ്മെന്റിനെതിരെ ശക്തമായ വിപ്ലവത്തിലേക്ക് കൈമാറ്റം മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് മുഴുവൻ പേരെയും ഈ സംയുക്ത സമരസമിതിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. കേന്ദ്ര ഗവൺമെന്റ് ഈ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കി ഇത് സ്വകാര്യ വ്യക്തികൾക്ക് കൈകളിൽ എത്തിച്ചു കൊടുക്കുന്നതിനുള്ള നടപടിയുടെ ഭാഗമാണ്. നമുക്കറിയാം, ഒരു കാലത്ത് പെട്രോളിന് 50 പൈസ കൂടി കഴിഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ BJP നേതാക്കന്മാരും നമ്മുടെ ഇന്നത്തെ മറ്റ് നേതാക്കന്മാരും പാർട്ടി നേതാക്കന്മാരൊക്കെ ഈ സ്കൂട്ടറും ഓട്ടോറിക്ഷയും ഒക്കെ തള്ളിക്കൊണ്ട് സമരം നടത്തുമായിരുന്നു. 50 പൈസ കൂടിക്കഴിഞ്ഞാൽ അന്ന് വിനവർദ്ധനവിന്റെ ഉത്തരവാദിത്തം ഗവൺമെന്റിന് നിക്ഷിപ്തമായിരുന്നു. അതിനുശേഷം UPA സർക്കാർ ഈ ഉത്തരവാദിത്തം ഗവൺമെന്റിൽ നിന്ന് മാറ്റി, അതായത് പെട്രോളിയം കമ്പനികൾക്ക് ഇതിന്റെ ഗ്യാസിന്റെയും പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കാനുള്ള അധികാരം സ്വകാര്യ കമ്പനികൾക്ക് കൊടുത്തു. അപ്പോൾ ഇവിടെ 50 പൈസയും 75 പൈസയും വില വർദ്ധിച്ചിരുന്നത് അവര് ആഴ്ചയിൽ 10 പൈസയും ആഴ്ചയിൽ 25 പൈസയൊക്കെ വില വർദ്ധിച്ച് ഇത് 50 രൂപ കിട്ടിക്കൊണ്ട പെട്രോൾ 100 വേണ്ടായി. അപ്പോൾ ആദ്യകാലങ്ങളിൽ 50 പൈസ വില വർദ്ധിക്കുമ്പോൾ നമ്മൾ നിരന്തരം സമരത്തിലായിരുന്നു, ഗവൺമെന്റ് നിരന്തരം സമരത്തിലായിരുന്നു. അതേപോലെയാണ് ഇന്നത്തെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അവസ്ഥ. നമ്മൾ 2 വർഷം 3 വർഷം കൂടുമ്പോൾ താരിഫ് ഡിവിഷന് തുച്ഛമായ താരിഫ് ഡിവിഷൻ നടത്തുമ്പോൾ ഇന്ന് എല്ലാ സംഘടനകളും ഇലക്ട്രിസിറ്റി ബോർഡിനെതിരെ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് ഇന്നല്ലെങ്കിൽ നാളെ സ്വകാര്യ വ്യക്തികളിലേക്ക് പോകുമ്പോൾ ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചത് മാതിരി ആഴ്ചയിലും മാസത്തിലും 10 പൈസയും 5 പൈസയും വില വർദ്ധിപ്പിച്ച് ഇന്നത്തെ ഈ വൈദ്യുതി ചാർജിന് ഇല്ല.
നമ്മൾ ഇന്ന് കൊടുക്കുന്ന ഈ 3 രൂപയും 4 രൂപയും എന്നുള്ളത് 10 രൂപയും 15 രൂപയാവുമ്പോൾ നമുക്കിത് ഒരു സർവ്വസാധാരണമായി മാറും. അവരപ്പോഴും അനസ്യൂതം പൊതുമേഖലകൾ വിൽക്കുന്നു, പബ്ലിക് സംവിധാനങ്ങൾ വിൽക്കുന്നു, ഗവൺമെന്റിന്റെ ആസ്തികൾ വിൽക്കുന്നു. ആർക്കു വേണ്ടി? കോർപ്പറേറ്റുകൾക്ക് വേണ്ടി, കോർപ്പറേറ്റ് ദാസ്യവേല ചെയ്യുന്നതിനു വേണ്ടി, ഈ രാജ്യത്തിന്റെ പരമാധികാരത്തെയും സ്വാതന്ത്ര്യത്തെയും വരെ തീരെഴുതുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള സമരങ്ങൾ ഏറെ പ്രസക്തമാണ്.